കാട്ടിനുള്ളിലെ ഒരു വ്ലോഗ് കണ്ടാലോ? ഇന്ന് അത്തമാണെന്നറിയാമല്ലോ. പൂ പറിക്കുവാനായി വന്നതാണ്, അത്തമിടുവാനായി. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ ആരുമില്ല. രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്. മുഖം കാട്ടി വീഡിയോ ചെയ്യണമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് വേണ്ടെന്ന് കരുതി. കാരണം എൻ്റെ മുഖത്തേക്കാളും സൗന്ദര്യം തുളുമ്പുന്നത് ഈ പ്രകൃതി തന്നെയാണ്. ഏകദേശം റോഡ് ഉള്ള ഒരു കാടാണ്. കാട്ടിലേക്കുള്ള വഴിയെന്ന് പറയാം. ഇതിൻ്റെ മുകളിലായി വലിയ മലനിരകൾ പോലെയാണ് കാണുന്നത്. അതിന് മുകളിൽ, ആ മലകൾക്ക് മുകളിൽ ഔഷധ സസ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. സാധാരണയായി അങ്ങനെ ആരും തന്നെ ഇതുവഴി വരാറില്ല. കാരണം ഇതുവഴി സഞ്ചരിക്കുകയാണെങ്കിൽ രാത്രി ഒരു 7-8 മണിയൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ അതിന് ശേഷം ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ നിൽക്കുമെന്നും ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ അപഹരിച്ച് സാധന സാമഗ്രികൾ കവരുമെന്നുമൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. വർഷങ്ങളായുള്ളൊരു പതിവാണ്. നല്ലവരും ചീത്തവരും ഉണ്ടല്ലോ ഈ ലോകത്ത്. അതിൽ കുറച്ച് ചീത്ത ആൾക്കാരാവാം അത്. നമ്മളതൊന്നും നോക്കണ്ട. എന്തായാലും ഞാൻ വരുന്ന വഴിയിൽ അങ്ങനെ ആരെയും കണ്ടില്ലെന്നല്ല, കുറച്ചൊക്കെ ഭയന്നാണ് വന്നത്. എൻ്റെ കൂടെയുള്ള പയ്യനാണെങ്കിൽ അവന് അത്ര ധൈര്യം ഒന്നുമില്ല. ഞാൻ പിന്നെ ഏത് പാതിരാത്രിക്കും ഇറങ്ങി നടക്കും. എനിക്ക് മനുഷ്യന്മാരെ പേടിയില്ല, പ്രേതങ്ങളെയും പേടിയില്ല. ആകെ ഭയമുള്ളത് ഇഴജന്തുക്കളെയാണ്, പാമ്പ് മുതലായ. അല്ലാതെ എനിക്ക് ആരെയും ഭയമില്ല. ഇത് പ്രകൃതി എനിക്ക് ഇഷ്ടമായതുകൊണ്ടും അത്തമിടുവാനായി നല്ല മനോഹരമായ പൂക്കൾ വേണം എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങോട്ടേക്കായി ഇറങ്ങിയത്. വണ്ടിയിലാണ് ഈ അതിർത്തി ഗ്രാമത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വണ്ടിയിൽ വന്നതിന് ശേഷം അവിടെ വണ്ടി നിർത്തി നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും, ചുറ്റും റോഡല്ലേ, പിന്നീട് എന്തിനാണ് വണ്ടി നിർത്തി നടക്കുന്നത്? ഞങ്ങൾ പൂ പറിക്കുവാനായി വന്നതാണല്ലോ. വണ്ടിയിൽ വന്ന് പൂ പറിച്ചിട്ട് പോകുന്നത് അത്ര നല്ല സുഖകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് വണ്ടി നിർത്തി വെച്ച് ഞങ്ങൾ നടന്ന് വന്ന് പൂ പറിച്ചു കൊണ്ട് പോവുകയാണ്. ഇതിന് കുറച്ചധികം പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്, മനോഹരമായ ചെറിയ ചെറിയ പൂക്കൾ. ഇപ്പോൾ പൂക്കൾ കാണിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. മാക്സിമം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് കരുതിയത് കൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ പൂക്കളെക്കുറിച്ച്, ഈ പറിച്ച കാട്ടുപൂക്കളെക്കുറിച്ച് കാണിക്കുന്നതാണ്. ഞങ്ങൾ പറിച്ചെടുത്ത് ധാരാളം പൂക്കൾ കാട്ടുപൂക്കളാണ്. എനിക്ക് ഈ കാട്ടുപൂക്കളിൽ അത്തം ഇടുവാനാണ് താല്പര്യം കൂടുതൽ. ഈ പഴയ കാലം എന്ന് പറയുമ്പോൾ ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളും പണ്ട് വനം തന്നെയായിരുന്നു. കാട്ടുപൂക്കളിൽ തന്നെയാണ് അത്തം ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് മോഡേൺ പൂക്കളിലും ഓർക്കിഡ് പോലുള്ള പൂക്കളിൽ വരെ അത്തം തയ്യാറാക്കുവാറുണ്ട്. എന്തായാലും പഴയ തനിമ, കേരള തനിമ ചോരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് മാത്രം. കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നുമല്ല, കാരണം പഴയൊരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. കുട്ടിക്കാലത്ത് കൂട്ടുകാരുമൊത്തും അമ്മയും അച്ഛനും മുത്തശ്ശിയും ഒത്തുമൊക്കെ വയൽ വരമ്പിലും പാടവരമ്പിലും പാടത്തൂടെയൊക്കെ നടന്നു പോയി ഓരോരോ പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് അത്തമിടുന്നത് വല്ലാത്തൊരു ഓർമ്മയാണ്. അന്നാണെങ്കിൽ മുറ്റത്ത് ചാണകം മെഴുകിയതിന് ശേഷമാണ് അതിന് മുകളിലായി അത്തം തയ്യാറാക്കുന്നത്. നടുവിലായി തൃക്കാക്കര അപ്പൻ എന്ന ഒരു സങ്കല്പം. തൃക്കാക്കര ക്ഷേത്രത്തിലെ ഈശ്വരനാണ് തൃക്കാക്കര അപ്പൻ. തൃക്കാക്കര അപ്പനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 സ്തംഭം നടുവിലായി വയ്ക്കുന്നതാണ്. ചുറ്റും അത്തം തയ്യാറാക്കും. ഇതൊക്കെ പഴയ ആചാരമാണ്. അതേ രീതിയിലൊന്ന് അത്തം തയ്യാറാക്കുവാൻ ആഗ്രഹിച്ചതാണ്. കഴിഞ്ഞ വർഷം എൻ്റെ വലിയ താത്ത മരിച്ചതുകൊണ്ട് അത്തമിടാൻ കഴിഞ്ഞില്ല. ഒരു വർഷത്തേക്ക് ക്ഷേത്രത്തിൽ പോലും പൊയ്ക്കൂട എന്നുള്ള ഒരു ആചാരക്രമമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതില്ല. അതുകൊണ്ട് തന്നെ അത്തമിടാൻ ഏറ്റവും കൊതിയുള്ള ഒരു സമയമാണ്. ഏതായാലും ഓണാഘോഷത്തിൻ്റെ ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. അത്തം ഒരു ദേശീയ ഉത്സവമാണ് എന്നതിന് പകരം ഈ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മഹോത്സവമാണ്. പലതരം പൂക്കളും പലതരം വ്യക്തികളും പലതരം സൗഹൃദങ്ങളിലൂടെ അണിനിരക്കുന്ന ഒരുപാട് മനുഷ്യർ ഒരേ രീതിയിൽ സ്നേഹത്തോടെ സമ്പൽ സമൃദ്ധിയോടെ വർഷത്തിൽ 1-2 ദിവസം
അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ തയ്യാറാക്കുന്ന അത്തങ്ങൾ, അത്തച്ചമയം, അത് ഏതൊരു മലയാളിയെയും ഏതൊരു കേരളീയനെയും കൂടുതൽ ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ നാടിൻ്റെ സംസ്കാരം അത് നമുക്ക് മാത്രമാണ് സ്വന്തം. സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും. ടാറ്റാ.